നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മയും ജെയ്ക്ക് അടിച്ചു തുടങ്ങിയോ? അതെന്താ ജെയ്ക്ക്? ജസ്റ്റ് കിഡിങ്. ചളിത്തമാശയ്ക്ക് സത്യം പറയുന്ന പേരാ ജെയ്ക്ക്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു നോക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അമ്മേ, ആരാ ഈ കളക്ടർ? ആരാ അമ്മേ? അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തവരെ അവര് കാണും. ഷെഡ്യൂള് തെറ്റുന്നത് എന്തെങ്കിലും അത്യാഹിതമോ ദുരന്തമോ ഉണ്ടാകുമ്പോഴാണ്. അത് സത്യാമ്മയ്ക്ക് അറിയാലോ. അത്യാഹിതം ദുരന്തമൊന്നും പറ്റില്ല. അതെ, നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു ഫംഗ്ഷൻ വെച്ചിട്ട് അതിലേക്ക് കളക്ടറെ ക്ഷണിച്ചാലോ? ഇവൻ എന്തൊക്കെയാ പറയുന്നേ? വിഷ്ണുമോൻ ആ പറഞ്ഞതൊരു ബുദ്ധിയാ. ഒരു ചടങ്ങിന് ക്ഷണിച്ച 5-10 മിനിറ്റൊക്കെ കളക്ടർ മാറ്റി വെച്ചെന്നിരിക്കും. അല്ല, ഇതിപ്പോ അമ്മയ്ക്ക് കണ്ടിട്ടൊരു നന്ദി വാക്ക് പറഞ്ഞാ പോരെ? അതിനിപ്പോ ഈ 5-10 മിനിറ്റ് ഒക്കെ ധാരാളാണല്ലോ. പക്ഷേ എന്ത് ഫംഗ്ഷന് വിളിക്കൂടാ? ഫംഗ്ഷൻ എന്ന് പറഞ്ഞപ്പോ അടുത്ത മാസമായിരുന്നെങ്കിൽ നമ്മുടെ ഹോട്ടലിലെ 7ാം വാർഷികാഘോഷത്തിന് ക്ഷണിക്കായിരുന്നു. വിഷ്ണു ലോകത്തിന്റെ 6 വർഷം മുൻപ് സെപ്റ്റംബർ 19 നമ്മളെ ഹോട്ടൽ തുടങ്ങിയത്. അത് തന്നെ മതി, അത് തന്നെ മതി. പക്ഷേ അതൊരു മാസം കഴിഞ്ഞിട്ടല്ലേടാ. ആരപ്പ പറഞ്ഞ അതിന് 1 മാസം കാത്തിരിക്കണോന്ന്? എന്റെ അമ്മ, നമുക്കിപ്പോ ഈ മാസം നടത്തിക്കൂടെ? എന്നത് ഓഗസ്റ്റ് 19. ഇനിയിപ്പോ ആരെങ്കിലും ചോദിക്കാൻ വരൂ? ഇതിപ്പോ നമ്മളല്ലേ തീരുമാനിക്കണേ. അതാലോചിക്കാവുന്നതാണോ? പക്ഷേ രാഘവേട്ട, അത് വലിയൊരു ഗ്രാൻഡ് ഫംഗ്ഷൻ അല്ലേ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന്റെ ഒരുക്കങ്ങളൊക്കെ. അയ്യോ, അമ്മ, നമ്മൾ മനസ്സ് വെച്ചെല്ലാം നടക്കുമല്ലോ. എന്തായാലും 1 മാസം കഴിഞ്ഞ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ ചെയ്യാം. പിള്ള എന്തു പറയുന്നു? എല്ലാരും കൂടെ ഒന്ന് ഉത്സാഹിച്ചാൽ നടക്കും സത്യാമ്മേ. അപ്പോഴേ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കളക്ടർ മാഡത്തിനെ നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ വേദി വെച്ച് തന്നെ അമ്മയ്ക്ക് മാലയിട്ട് സ്വീകരിക്കും, പരസ്യമായിട്ട് നന്ദി പറയുകയൊക്കെ ചെയ്യാമല്ലോ. എന്തായാലും കളക്ടർ മാഡത്തിനെ ഒന്ന് കാണണം. അപ്പൊ അതങ്ങനെ തന്നെ നമുക്ക് തീരുമാനിക്കാം അല്ലേ? വലിയ ആഘോഷമാണോ സത്യാമ്മേ? അതെ മോളൂ, പാട്ടും കളിയും ഡാൻസും ഒക്കെ ഉണ്ട്. ഹായ്, കൊള്ളാലോ. പിള്ളേ, എല്ലാം ഗംഭീരമാക്കണം. ജില്ലാ കളക്ടർ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്ന ചടങ്ങ്. ഭാമേ, അത് നീ തന്നെ അങ്ങ് തീരുമാനിച്ചാ മതിയോ? ഒരാഴ്ചത്തെ പ്രോഗ്രാം ചാർട്ട് ചെയ്തിരിക്കുന്നല്ലേ ഇപ്പൊ പറഞ്ഞത്. മാഡത്തിന് ഒഴിവുണ്ടെന്നോട് നോക്കണ്ടേ? അല്ല, കുട്ടിയുടെ പേരെന്താ? കളക്ടറുടെ പിയുടെ? അനുപല്ലവി. ഓ, അനുപല്ലവി. മാഡത്തിനെ ഒരു പൂമാലയെങ്കിലും ഇട്ട് ആദരിച്ചില്ല എങ്കിൽ എന്റെ മനസ്സിന് ഒരു സമാധാനവും കിട്ടില്ല. അതുകൊണ്ട് അല്പസമയം മാഡം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് മാറ്റിവെക്കണം, പ്ലീസ്. സത്യഭാമ ഇങ്ങനെ ആരോടും റിക്വസ്റ്റ് ചെയ്യാറില്ല. പ്ലീസ്, ഒരല്പസമയം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് മാറ്റിവെക്കണം. ഞാൻ വരാം. താങ്ക് യു മാഡം. താങ്ക് യു വെരി മച്ച്. നന്ദി പറഞ്ഞ തീരില്ല എനിക്ക്. സമയമൊക്കെ ഞാൻ മാഡത്തിന്റെ പിയോട് പറഞ്ഞോളാം.
എന്നാ വെക്കാട്ടോ. ശരി. എടാ, കളക്ടർ മാഡം വരാന്ന് സമ്മതിച്ചു. സത്യമേ, ഉം. ആഘോഷത്തിന് സത്യം കൂടി വിളിച്ചോട്ടെ ഞാൻ. വിളിച്ചോടി മുത്തേ. സത്യം മാത്രല്ല, നിനക്ക് വേണ്ടപ്പെട്ട എല്ലാരെയും വിളിച്ചോ. ഞാൻ എന്താ ചെയ്യാ? നീ പോകാന്ന് സമ്മതിച്ചില്ലേ? ഇനിയിപ്പോ ചെല്ലാതിരിക്കുന്ന എങ്ങനെയാ? പക്ഷേ സത്യാമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യവും. ഇപ്പൊ സാഹചര്യങ്ങളൊക്കെ മാറിയില്ലേ മോളെ? നീ ചെയ്ത ഉപകാരങ്ങൾ അവരെ എണ്ണി എണ്ണി പറഞ്ഞില്ലേ? തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷേ അതൊക്കെ ഞാനാ ചെയ്തതെന്ന് സത്യാമ്മയ്ക്ക് അറിയില്ലല്ലോ. ആ എടി, നീ ചെയ്തെന്ന് അറിഞ്ഞാലോ അപ്പൊ ആ ഉപകാരങ്ങളൊന്നും ഉപകാരങ്ങളല്ലാതെ ആവോ? മോളെ, നീ കൊടുത്ത സ്റ്റേ ഓർഡർ കൊണ്ടല്ലേ അവരുടെ ഹോട്ടലും ഭൂമിയൊക്കെ രക്ഷപ്പെട്ടത്. ആ അല്ലെങ്കിൽ ആ കേസിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നേനിപ്പോ. അവരുടെ ജീവൻ രക്ഷിച്ചതും നീ തന്നെയല്ലേ? ഇപ്പതേ ഈ ഹോട്ടലിന്റെ വാർഷികത്തിന് ക്ഷണിക്കാൻ അവരുണ്ടായത് നീ കാരണമല്ലേ? ഇത് ചിലപ്പോ നല്ലതിനു വേണ്ടി ആയിരിക്കും മോളെ. എല്ലാം കലങ്ങി തെളിയാനൊരു വഴി. മോളെ ചെല്ലു മോളെ. എത്ര തവണ പറയുന്നതാ കളിച്ചു കഴിഞ്ഞ് ഇതൊക്കെ അടുക്കി പറക്കി വെക്കണമെന്ന്. പപ്പി, മോളെ പപ്പി, മോളെ പപ്പി, ഇങ്ങ് വന്നേ. പപ്പി. എന്താ അമ്മേ? അമ്മ വിളിച്ചോ? ഇല്ല, ഞാൻ വിളിച്ചില്ല. അപ്പൊ പിന്നെ ഞാൻ കേട്ടതോ? കേട്ടെങ്കി പിന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ കാന്താരി? ഓഹോ, അമ്മയും ജയിക്ക് അടിച്ചു തുടങ്ങിയോ? അതെന്താ ജയിക്കെ? ജസ്റ്റ് കിഡിങ്. ചടുത്തമാശയ്ക്ക് സത്യം പറയുന്ന പേരാ ജെകെ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു നോക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അമ്മേ, ആരായി കളക്ടർ? ആരാ അമ്മേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.